അപ്പൊ നമ്മളിത് പഠിക്കാൻ പോകുന്നത് പ്രൊഡക്റ്റുകളെ പറ്റിയാണ്. പ്ലസ് വണ്ണിൽ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ള പോർഷൻ ആണ്, പക്ഷെ നമുക്ക് പ്ലസ് ടുവിൽ ഇത് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഇത് പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്ന് പറയാം ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇത്രയുള്ള ഇക്വേഷൻ വളരെ എളുപ്പമാണ്. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, പിന്നെ തിരിച്ചിട്ട് മതി ഈ കിടക്കുന്ന അതേ സാധനത്തിന് റിട്ടേൺ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായി ഇക്വേഷനായി. പക്ഷെ ഇതെങ്ങനെ ചെയ്യേണ്ടത്? നേരത്തെ എന്നൊക്കെ പറഞ്ഞ പ്രൊഡക്റ്റുകളൊക്കെ ചിലപ്പോൾ യൂസ് ചെയ്യാൻ നമ്മുടെ പറയണം, പക്ഷെ ഇനി അങ്ങോട്ട് പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യണമെന്ന് പറയില്ല, നമ്മൾ ഡയറക്റ്റ് ഇട്ട് ചെയ്യണം. ഇങ്ങനെ ക്വസ്റ്റൻ വരും, എക്സ് സൈൻ എക്സ്, ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കാനാണ് പറയുള്ളൂ. നമ്മുടെ ഒരിക്കലും പറയില്ല ഇതിന്റെ പ്രൊഡക്റ്റ് റൂൾ ആണോ ക്വസ്റ്റൻ റൂൾ ആണോ റൂൾ യൂസ് ചെയ്യാൻ ഒരിക്കലും പറയില്ല, നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ മനസ്സിലാക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ രണ്ട് ഫംഗ്ഷൻസ് ഉണ്ടാവും, നമുക്ക് ഡെറിവേറ്റീവ് ഉള്ള രണ്ട് ഫംഗ്ഷൻസ് ഉണ്ടാവും. ഏതാണ്? എക്സും ഉണ്ടാവും സൈൻ എക്സും ഉണ്ടാവും. ഈ എക്സിന് നമുക്കറിയാം ഡെറിവേറ്റീവ് 1 ആണ്, സൈൻ എക്സിന്റെ കോസ് എക്സ് ആണ്. ഇതിന്റെ നടുക്ക് ഒരു ചിഹ്നം ഇല്ലെങ്കിൽ ഉറപ്പിച്ചോ അത് പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ടാണ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. രണ്ട് ഫംഗ്ഷൻസ് അതിന്റെ ഇടയിൽ പ്ലസോ മൈനസോ ഒന്നും ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്തായിരിക്കും മോസ്റ്റ് ഓഫ് ദ കേസിൽ എന്തായിരിക്കും പ്രൊഡക്റ്റ് റൂൾ ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ എക്സാമ്പിൾ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് ഫംഗ്ഷൻ ഇതാ നമുക്കറിയാം, ഇവിടുത്തെ സെക്കൻഡ് ഫംഗ്ഷൻ ഇതാണെന്ന് അറിയാം. ആ ഇക്വേഷൻ അത് കൊണ്ടിട്ട് കൊടുത്തോളാം. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഞങ്ങളുടെ ആൻസർ എടുത്ത് അങ്ങ് എഴുതിയാൽ മാത്രം മതി കേട്ടോ. എക്സ് ഇൻറ്റു നമുക്കറിയാം സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1. ഒന്ന് റെഡിയാക്കി എഴുതി കഴിയുമ്പോൾ എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇത്രയുള്ളൂ കേട്ടോ.